നമ്മുടെ അനീഷിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് അവിടെയുള്ള മറ്റ് അംഗങ്ങൾ. സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിലെ പണിപ്പുരയിലേക്ക് കയറി അത്യാവശ്യം ഡ്രസ്സൊക്കെ കിട്ടിയതിന് ശേഷം അനീഷ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ലാവൻഡർ കളർ ഡ്രസ്സും 3/4 ഇട്ടുകൊണ്ട് രാത്രി ഇപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതാണ് നമ്മൾ കാണുന്നത്. 4:30 മണിക്ക് അവിടെ നിന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് അനീഷ് വരുന്നുണ്ട്. അപ്പോൾ ആര്യനൊക്കെ പുറത്തിരുന്ന് ഇത് കാണുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങളെ കാണാൻ എന്തൊരു ലുക്കാണ്, ഇപ്പോൾ നിങ്ങളാണ് ഈ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള ആൾ. ഇപ്പോൾ ജിസയിലും പറയുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ് കാണാൻ, ഇങ്ങനത്തെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിസയിലും ഈ പറഞ്ഞ പോലെ അനീഷിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ഒരു ചെറിയ പുഞ്ചിരിച്ചതിന് ശേഷം അനീഷ് അകത്തേക്ക് കയറുന്നു. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ആദില നൂറയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ആദില നൂറയൊക്കെ പറഞ്ഞിട്ട് ഇത് ആരാണ് ഈ വന്നിരിക്കുന്നത്, ഇത്രയും വലിയ ലുക്കൊക്കെ ഉള്ള ആളാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അനീഷിനെ പുകഴ്ത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് അനീഷ് ചിരിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനീഷ പഴയ 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ട ആ ഒരു ലെവലിൽ നിന്ന് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. കാര്യം ആസ് എ ഗെയിമർ അനീഷ് നോമിനേഷനിൽ വരുന്നില്ല. അതുപോലെ വലിയ രീതിയിലുള്ള കണ്ടൻറ്റ് മുമ്പ് കൊടുത്തതുപോലെയുള്ള കണ്ടൻറ്റുകൾ കൊടുക്കുന്നില്ല. പിന്നെ മാത്രമല്ല വീട്ടുകാരോട് അല്പം വീട്ടുകാരെ സ്നേഹിച്ച് അങ്ങോട്ട് പണ്ടത്തെ പോലെയുള്ള മറുപടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അനീഷിനെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ അനീഷിനെ മറ്റുള്ളവരെല്ലാം അനീഷിൻ്റെ ഗെയിം മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ. ഈ 5 വർഷം ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് കാണാതെ പഠിച്ച് വന്ന് കളിക്കാൻ പറ്റിയ ഗെയിമല്ല ബിഗ് ബോസ് എന്ന് ഇപ്പോൾ അനീഷിന് മനസ്സിലായി കാണും.